മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമങ്ങൾ എന്ന ആശയം മുൻനിർത്തിയാണ് പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നുകൂടി എല്ലാ വർഷവും നമ്മൾ ജൂൺ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി ദിനമാണ്. എല്ലാ വർഷവും തൈ നടാറുണ്ട്. അങ്ങനെ ഒരു തൈ നട്ടുപോയാൽ മാത്രം പോരാ. മാത്രമല്ല, അങ്ങനെ തൈ കൃഷി ഓഫീസിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും ഒക്കെ ആയിരക്കണക്കിന് തൈകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആയിരക്കണക്കിന് തൈകൾ തന്ന് അത് ഈ ചേലക്കര പഞ്ചായത്തിലെ മാത്രം എടുത്താൽ ഒരു പക്ഷേ ചേലക്കരയിലെ 90% അത് കാടായി മാറുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നത് നമുക്കറിയാം. തരുന്ന തൈകൾ കൃത്യമായി അതിനെ പരിപാലനം നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. എന്തായാലും അത് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ തൈയും അത് പരിപാലനം കൂടി നടത്തിയാൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നമുക്ക് നടത്താൻ കഴിയും. കാരണം 1973 ജൂൺ 5 പരിസ്ഥിതി ദിനമായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് അന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഒരുപാട് പൂർവികർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വിപത്തുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ദിവസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഈ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് സമൂഹത്തോട് നമ്മൾ ആവർത്തിച്ച് പറയുന്നു. പക്ഷെ പലപ്പോഴും അത് കേട്ടു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നില്ല. കേവലം മരങ്ങൾ നട്ടുപിടിപ്പിച്ചതുകൊണ്ട് മാത്രം പരിസ്ഥിതി ദിനാചരണം പൂർത്തിയാകുന്നില്ലെന്നും അവയെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ ചുവടുവെക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. മുൻകാലങ്ങളിൽ കാലവർഷത്തിന്റെ വരവ് കൃത്യമായി പ്രവചിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാലാവസ്ഥയെല്ലാം അപ്രതീക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രത്യേകത ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതുമായി ബന്ധപ്പെട്ട് 1-2 സ്കൂളുകളിൽ ബഹുമാന്യായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉദ്ഘാടന കർത്തവ്യം നിർവഹിക്കേണ്ടതുള്ളത് കൊണ്ടും ആണ് ഇന്നത്തെ ഗ്രാമസഭ ഏകദേശം 1 മണിക്കൂറിലേറെ വൈകിയത്. അതിനായി ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പഞ്ചായത്തുകളിൽ ഒരു പ്രത്യേക ഗ്രാമസഭ കൂടാനുള്ള തീരുമാനമായതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഓരോരുത്തരെയും ഇന്നീ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലോക പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ വെറും ഒരു തൈ നടൽ എന്നതുകൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. നമ്മുടെ വരും തലമുറയും അതുപോലെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലതരത്തിലുള്ള ആഗോളതാപനം ഉയർത്തുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ചും പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയും മഴയുടെ കുറവിനെയും കുറിച്ചും അവർ അധ്യക്ഷ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. ഹരിത കർമ്മസേന അംഗങ്ങൾ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി ഹുസൈൻ, പഞ്ചായത്ത് അംഗം കലാമണ്ഡലം സുരേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുറുമല സ്കൂൾ പ്രധാന അധ്യാപകൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. സ്വാഗതം പറയുക. ഈ ഗ്രാമസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അവിടെ എല്ലാം ബഹുമാനപ്പെട്ട ആരാധ്യരായ പ്രസിഡന്റ് ശ്രീ ടി ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ആദ്യമായി സ്വാഗതം ചെയ്തു. യോഗയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ സാമാന്യ സെക്രട്ടറി പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.